ഹലോ കൂട്ടുകാരെ, വീട്ടിലെ കൂട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തിരി ചോറും 2 വറുത്ത മീനും ശകലം കറിയും മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇത് എന്ത് കറിയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടയോ? വായോ കാണിച്ചു തരാം. ഇത് വൻപയറാണ്. ഞാൻ 2 മണിക്കൂർ മുന്നേ കുതിർക്കാൻ വെച്ചിരുന്നത്. അത് കുതിർത്ത് കഴുകി മാറ്റി വെച്ചേക്കുന്നത്. ഇത് കുമ്പളങ്ങയാണ്. എൻ്റെ സ്വന്തം കൃഷിയിലുണ്ടായ കുമ്പളങ്ങയാണ്. അത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചേക്കുന്നു. പിന്നെ അതിൽ ഒരു ചെറിയ കുക്കർ എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ട് നമ്മൾ കുതിർത്ത് മാറ്റിയ വൻപയർ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം അത് വേവിക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലാവുന്നവരെ വേവിക്കാം. വൻപയർ അവിടെ നിന്ന് വേകട്ടെ. ഒരു വിസിലായി, അതിൻ്റെ ആവിയൊക്കെ പോയി ഞാൻ തുറക്കുകയാണേ. ഇത് കണ്ടില്ലേ, ഒരു വിസിലിൻ്റെ പാകത്തിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വേവിൻ്റെ പരുവം ഞാൻ തവി കൊണ്ട് ഇളക്കി കാണിച്ചു തരാം. ഇനി ഈ വേവിച്ച് വെച്ച് വൻപയറിൽ കൂടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ച് മുഴുവൻ കുമ്പളങ്ങയും ഇതിലേക്ക് അങ്ങിട്ട് കൊടുത്തേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തവി കൊണ്ട് ഇതിനെ ഒന്ന് ചുറ്റി ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിലാവുന്നവരെ വീണ്ടും ഒന്ന് വേവിക്കാം. കുമ്പളങ്ങ അവിടെ നിന്ന് വേകട്ടെ. നമുക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട്. ഒരു കുഞ്ഞ് ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരുകി ഇട്ട് കൊടുക്കും. നമ്മൾ ഇനി ഇതിൻ്റെ കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച കുമ്പളങ്ങ വെന്ത് കിട്ടും. അങ്ങനെ ചിരുകി മാറ്റിയ മുഴുവൻ തേങ്ങയും ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു പച്ചമുളകെടുത്ത് കഴുകി 3ആയിട്ട് കട്ട് ചെയ്ത് ഇതിൽ കൂടി അങ്ങിട്ട് കൊടുക്കാം. തേങ്ങയെ കൂടി ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 3 ചെറിയ ഉള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ചേർത്ത് കൊടുത്തു. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ വേവിക്കാൻ വെച്ചപ്പോഴത്തേന് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് കണക്കാക്കിയാണ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ശകലം ജീരകം ചേർത്ത് കൊടുക്കുന്നേ. ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ശകലം ഒഴിച്ചിട്ട് നമുക്ക് നല്ല എണ്ണ പോലെ അരച്ചെടുക്കാം. ഇത് അരച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് കുമ്പളങ്ങ ഒരു വിസിലടിച്ചു. അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് നിർത്തി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ. ഞാനിതാ ഒരു തവി കൊണ്ട് ഇളക്കി നോക്കുകയാണ്. ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങ പെട്ടെന്ന് വേവും. ഇത് വെള്ളമല്ലയോ, പെട്ടെന്ന് വേവും. ഇനി നമുക്ക് നേരത്തെ അരച്ച് മാറ്റിയ കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങിട്ട് കൊടുക്കാം. നമ്മുടെ ജാറിനകത്ത് കുറച്ച് അരപ്പൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെള്ളം വീഴ്ത്തി കുലുക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു തവി എടുത്ത് നമുക്ക് പതുക്കെ ഒന്ന് കലക്കിയിട്ട് കൊടുക്കാം. കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. കാരണം ഹസ്ബൻഡ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഞാനും മോനും കൂടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഇപ്പം വീട്ടിൽ വന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി കറിയിൽ ഉപ്പിട്ട് കൊടുക്കാൻ പോകും. നമ്മൾ ആദ്യം ശകലം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്താണ്. അത് നോക്കിയിട്ടാണ് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഉപ്പ് എല്ലായിടം ഒന്ന് ആകെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് കലക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കലക്കി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ചീഞ്ചട്ടി കഴുകി ചീഞ്ചട്ടി ചൂടായപ്പോഴത്തേന് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആ എണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേന് ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുത്തത്. ഇതിന് ഉഴുന്നും പരിപ്പാണ് ആവശ്യമുള്ളത് കടുക് താളിക്കാൻ. ഇനി ഇതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ചെറിയ ഉള്ളി എടുത്ത് തൊലി കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി കുമ്പളങ്ങയും വൻപയറൂട്ട കറി ഇവിടെ തയ്യാറ്. എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കണം. ഇത് അടിപൊളി സൂപ്പർ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ പാചകം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു പാചകവുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.